നമസ്കാരം. സാമൂഹ്യ പ്രവർത്തകയും സ്വതന്ത്ര ചിന്തകയുമായ ജാമിദ ടീച്ചർക്കെതിരെ തെറുത്താത്ത എന്ന് എതിരാളികൾ വിശേഷിപ്പിക്കുന്ന ഷെഫീന ബീവി എന്ന യൂട്യൂബർ നിരന്തരം നടത്തുന്ന പ്രചാരണത്തിനെതിരെ കോടതി ഇടപെടൽ. കഴിഞ്ഞ 2 വർഷമായി ഷെഫീന ബീവി ജാമിദ ടീച്ചർക്കെതിരെ തുടർച്ചയായി അശ്ലീല പരാമർശങ്ങൾ നിറഞ്ഞ വീഡിയോ പ്രസിദ്ധീകരിക്കുകയും കലാപാഹ്വാനം ഉൾപ്പെടെ നടത്തുകയും ചെയ്യുകയാണ്. ജാമിദ ടീച്ചറെ കൊല്ലണം എന്നുൾപ്പെടെ ഷെഫീന ബീവി തന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ വഴി ആഹ്വാനം ചെയ്തിരുന്നു. ചിലരെ ഉപയോഗിച്ച് അതിനുള്ള ശ്രമങ്ങൾ ഷെഫീന ബീവി നടത്തുകയുമുണ്ടായി എന്ന് ജാമിദ ടീച്ചർ ആരോപിക്കുന്നുണ്ട്. ഇത്തരം വീഡിയോകളുടെ പ്രസിദ്ധീകരണവും തടയുന്നതിന് ജാമിദ ടീച്ചർ പോലീസിനെ സമീപിച്ചിരുന്നെങ്കിലും ഷെഫീന ബീവി പിന്മാറിയിരുന്നില്ല. ഇതേ തുടർന്നാണ് ജാമിദ ടീച്ചർ ഹൈക്കോടതി അഭിഭാഷകയായ അഡ്വക്കേറ്റ് വിമല ബിനുവിനെ സമീപിക്കുകയും കൊയിലാണ്ടി മുൻസിഫ് കോടതിയിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുകയും ചെയ്തത്. ഈ കേസിൽ വാദം കേട്ട കോടതി ആദ്യ ദിനം തന്നെ ഷെഫീന ബീവി പ്രസിദ്ധീകരിച്ച വീഡിയോകൾ മാനഹാനി ഉണ്ടാക്കുന്നതാണെന്ന് കണ്ടെത്തി. ഷെഫീന ബീവി തുടർന്ന് ജാമിദ ടീച്ചർക്കെതിരെ വീഡിയോ എടുക്കുന്നതിൽ നിന്ന് വിലക്കുകയും ഇതുവരെ പ്രസിദ്ധീകരിച്ച വീഡിയോകൾ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ പേജുകളിൽ നിന്ന് നീക്കം ചെയ്യാനും ഉത്തരവിട്ടു. ഷെഫീന ബീവി ഇതാദ്യമായല്ല ഇത്തരം കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നതെന്ന് ജാമിദ ടീച്ചറുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. അതിൻ്റെ ഇടക്ക് ഇങ്ങനത്തെ ഒരു ന്യൂസ് ഉണ്ടായോ? നമ്മൾ ഈ എമ്പുരാൻ്റെ പിന്നിൽ എമ്പുരാനെ മറ്റേ സുന്നത്ത് ചെയ്യാൻ പോയ ആൾക്കാരെ പിന്നെ പോയ സമയത്ത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നു. എന്നാലും വല്ലാത്തൊരു ന്യൂസായി പോയില്ലേ. ഇനിയിപ്പോൾ ഷെഫീന ബീവി എങ്ങനെ ഇത് സ്റ്റോപ്പ് ചെയ്യോ, അതോ നമ്മുടെ കാമിക്കുട്ടിനെ വെറുതെ വിടാനുള്ള പരിപാടിയാണോ, അതോ എന്താണ് നിങ്ങളുടെ ഒരു നിലപാട് എന്താണെന്നാണ് മനസ്സിലാവാത്തത്. കാരണം ഈ ഒരു ന്യൂസ് വന്നത് 2 ദിവസം മുമ്പാണ്, അതായത് ഇന്നലെ മെനഞ്ഞാന്നോട്ടാണ് ഈ ന്യൂസ് വന്നത്. അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റും ഒക്കെ കണ്ടിരുന്നു. ഞാൻ വിചാരിച്ചു അതോടുകൂടി ഷെഫീന ബീവിക്ക് നോട്ടീസ് വന്നു, ഇനി കാമിക്കുട്ടിക്കെതിരെ വീഡിയോ ഇടരുത്, അല്ലെങ്കിൽ അവരെ അത് പറയരുത് ഇത് പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇടരുതെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ ഇന്നിപ്പോൾ നോക്കുമ്പോൾ ഇന്ന് രാവിലെയും കൂടെ വീഡിയോ. ഈ ന്യൂസ് വന്നതിന് ശേഷം ഒരു 10 വീഡിയോ എങ്കിലും ഉണ്ടാവും നമ്മുടെ കാമിയുടെ ചരിത്രം, കാമി ചരിത്രം എന്നും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അവർ കാണിച്ചു കൂട്ട കൊള്ളരുതായ്മകൾ മൊത്തം നമ്മുടെ ഷെഫീനെ എടുത്ത് പുറത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓർഡർ കിട്ടിയിട്ടും ഷെഫീൻ അത് ചെയ്യണമെങ്കിൽ അത് കോടതി അലക്ഷ്യം അല്ലെങ്കിൽ കോടതിക്കെതിരെ ചെയ്യുന്ന കേസായി പോയില്ല. അതൊക്കെ വലിയ വലിയ കേസുകളല്ല, അതിനൊക്കെ നമ്മുടെ ഷെഫീനെ മുതിരൂ. അല്ല, സത്യത്തിൽ ഇങ്ങനെ വല്ല റിപ്പോർട്ടും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കോടതി വിധി ഉണ്ടോ പൊന്നുകാമി? ഇത് വെറുതെ തള്ളുന്നതാണോ? എനിക്ക് നല്ല ഡൗട്ടുണ്ട്. അതിൻ്റെ 2-3 ദിവസത്തെ പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു. ഏതോ മറ്റേ ഹൈക്കോർട്ടിൽ നിന്ന് ഏതോ ഒരു പൂച്ചക്കുട്ടിനെ ഇറക്കിയിരുന്നോ, പൂച്ചക്കുട്ടി എല്ലായിടത്തും തൂറി നിറയ്ക്കുന്നുണ്ടെന്നോ, കൊയിലാണ്ടി മുനിസിപ്പൽ കോടതിയിൽ പോയിട്ടുണ്ടെന്നോ, കാലിക്കറ്റ് മുനിസിപ്പൽ കോടതിയിൽ പോയിട്ടുണ്ടെന്നോ, അവിടെ അപ്പിയിട്ട് മുക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പോസ്റ്റുകൾ കണ്ടിരുന്നു. ഞാൻ വിചാരിച്ചു അതോടുകൂടി ഷെഫീന തീർന്ന്, ഷെഫീനയുടെ ചാനൽ പോയി ഷെഫീന ഇനി വീഡിയോ ഇടില്ല. ആ പോസ്റ്റ് ഇട്ടത് മുതൽ ഷെഫീന 2 ഇട്ട് കൊടുത്തപ്പോൾ 4 വീഡിയോ ഇടുന്നു എന്നെപ്പറ്റി. എൻ്റെ പൂർവ്വ ചരിത്രം മൊത്തം എടുത്തിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഷെഫീന ഈ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട അന്ന് മുതൽ സാധാരണ നമ്മുടെ കാമിയുടെ വീഡിയോസ് അല്ലെങ്കിൽ രാവിലെ ഒരു 5 മണിക്ക് തുടങ്ങിട്ടു ഈ പുട്ടിന് തേങ്ങട്ട പോലെ വീഡിയോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതായത് ഇസ്ലാം അങ്ങനെ, മുഹമ്മദ് നബി ഇങ്ങനെ, മുസ്ലിം അങ്ങനെ, അത് ചെയ്തു ഇത് ചെയ്തു, അവർ പീഡിപ്പിച്ചു, അവർ കൊന്നു, അവർ കൊല വിളിച്ചു, മോദിജി നമ്മുടെ തമ്പുരാനാണ്, മോദിജിൻ്റെ കാലിൽ ഞാൻ നക്കും, മോദിജിൻ്റെ ആസനം ഞാൻ നക്കും, മോദിജി എൻ്റെ അപ്പനാണ്, അച്ഛനാണ്, മുത്തച്ഛനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇങ്ങനെ തുരുതുരാട്ടെ കാമിതയുടെ ആ ഒരു ഇതങ്ങോട്ട് നിന്ന് ഷെഫീന അങ്ങ് ഇറങ്ങി. ഷെഫീന കാമിതയുടെ ജനിച്ച വീട് മുതൽ ആദ്യത്തെ കല്യാണം, 2ാമത്തെ കല്യാണം, 3ാമത്തെ കല്യാണം, 4ാമത്തെ കല്യാണം, 5ാമത്തെ കല്യാണം, ഈ കല്യാണം കഴിച്ച ആൾക്കാരോടൊക്കെ വീട്ടിൽ പോയി അവരൊക്കെ തേച്ചിട്ട് പോയതിൻ്റെ കഥയും ഇപ്പം കാമിലയുടെ കൂടെ നിൽക്കുന്ന ഹസ്ബൻഡുമാർ അവരുടെ കഥയും അവരുടെ ചരിത്രവും ഇവിടെ ഇവർ പറഞ്ഞ സകലമാന പഠിത്തത്തിൻ്റെ കാര്യം, ഡിഗ്രിയുടെ കാര്യം പറഞ്ഞ ടീച്ചറായ കഥയുടെ വരേ കള്ളവുകൾ ഓരോന്നായിട്ട് പുറത്തിടാൻ തുടങ്ങിയപ്പം നമ്മുടെ ജാമിക്ക് ഹാലിളക്കി. പിന്നെ അവിടെ പോകുന്നു, പിന്നെ ഫുൾ ടൈം കാറുന്ന വീഡിയോ. ഓരോ സ്ഥലത്ത് പോയി സെറ്റിൽ ചെയ്യണേ. അതായത് ഇങ്ങനെ ഒരാൾ വരും, നിങ്ങൾ കളവ് പറയണം, ഞാൻ ക്യാഷ് വല്ലതും തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് യാത്രയിലാണ് നമ്മുടെ കാമി. യാത്ര ചെയ്ത് എല്ലായിടത്തും യാത്ര ചെയ്ത് കൂട്ടത്തിൽ നമ്മുടെ ഹസ്ബൻഡാന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഗഫൂർക്ക ദോസ്ത് പൊട്ടനും ഇറങ്ങിയിട്ടുണ്ട് കുറേ വീഡിയോ ആയിട്ട്. മരപ്പൊട്ടൻ്റെ വീഡിയോ ഒക്കെ ഭയങ്കര രസങ്ങൾ കേട്ടു നോക്കാം. എൻ്റെ വീഡിയോ ഷെഫീനെ കൊല്ലും, ഷെഫീനെ അതാക്കും, ഷെഫീനെ ഇതാക്കും, ഷെഫീനെ കാക്കും കൊക്കും കോക്കൊന്നും പറഞ്ഞിട്ടുന്നെ ഒരു മരവാഴ പൊട്ടൻ. അവൻ്റെ വൈഫ് ഹൗസിലും പോയി. അതായത് ഇപ്പോഴും അവർ വൈഫ് തന്നെ, കാര്യം തീർത്തിട്ടൊന്നുമില്ല. ഈ മുഹമ്മദ് നബീനെ 4 കെട്ടി 5 കെട്ടി എന്ന് പറഞ്ഞാൽ കാമിത തന്നെ ഇപ്പോഴും 5-6 കെട്ടിക്കഴിഞ്ഞു. ഇപ്പോഴും താമസിക്കുന്ന ആൾക്ക് ഓൾറെഡി 2 വൈഫ് ഉണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെങ്ങനെയാണ് നമ്മുടെ കാമിതൊക്കെ റിലേറ്റ് ചെയ്യുന്നില്ല. എന്താണെങ്കിലും ഈ സംഖ്യകളെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഈ പൊട്ടൻ സംഖ്യകൾ ഇതൊക്കെ കൈയടിച്ച് ഇങ്ങനെ പോണ സമയത്ത് ഇമ്മാതിരി പണി ഷെഫീനെ കൊടുക്കുന്നു കാമി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല.
നിങ്ങൾ വീഡിയോസ് എടുത്ത് ഈ രണ്ടുപേരുടെ വീഡിയോസ് എടുത്ത് നിങ്ങൾക്ക് മനസ്സിലായി. ഷെഫീന ബീയുടെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 10-15 ദിവസമായിട്ട് A to Z വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാമിയുടെ പൂർവ്വ ചരിത്രം, ജീവിത ചരിത്രം, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ചരിത്രം, സകലമായ ചരിത്രങ്ങൾ അതിൽ A to Z ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഷെഫീൻ എന്നെ കൊല്ലാൻ വരുന്നേ, ആളിറക്കുന്നേ, അത് ചെയ്യുന്നേ, ഇത് ചെയ്യുന്നൊക്കെ കാമി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. അതിൻ്റെ ഇടക്ക് അതിനേക്കാൾ വലിയ ഇങ്ങോട്ട് 4-5 വീഡിയോ നമ്മുടെ കാമി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കേൾക്കണം. അത് കാണുമ്പോൾ സത്യം പേടിച്ചു നമ്മൾ. ഇവൾ ഇതുവരെ വിചാരിച്ചിരുന്നത് ഇവൾക്കെതിരെ പ്രതികരിക്കാത്തത് എനിക്ക് പേടിയായിട്ടാണ്. നിന്നെ എനിക്ക് പേടിയോ? എന്റെ മുന്നിലെങ്ങാനും വന്ന് പെട്ടാലുണ്ടല്ലോ, ഒരു കാലിൽ ചവിട്ട് ഞാൻ, മറ്റേ കാലിൽ നിന്നെ ചവിട്ടി ഇരിയും ഞാൻ. നീ വിചാരിക്കുന്ന ആളല്ല ഞാൻ. ക്ഷമയുടെ ഞാൻ ഉള്ളിടത്ത് വാടി അവനെയും വിളിച്ചോണ്ട് ജാമിദ ഉറപ്പ് പറയുന്നു, നീ വന്ന കാറിൽ വന്നതുപോലെ നീ പോകത്തില്ല എന്റെ വീടിന്റെ മുമ്പിൽ നിന്ന്. കൊയിലാണ്ടിയാണ്, തിരുവങ്ങൂരാണ് ഞാൻ താമസിക്കുന്നത്. പോരടി. അതിലെന്നെ തൂക്കിക്കൊന്നാലും ശരി, ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, നീ വന്നതുപോലെ തിരിച്ചു പോകത്തില്ല. വന്നതുപോലെ നീ തിരിച്ചു പോകത്തില്ല. നിന്റെ അവസാനത്തെ കളിയാണ് ജാമിദയോടുള്ള കളി. വിചാരിച്ചത് നിന്നെ എനിക്ക് പേടിയാണെന്നോ? നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ കോഴിക്കോട് വാടി എന്റെ വീട്ടില് നീ ഒരു സൈന്യത്തെയും സന്നാഹത്തെയും വിളിച്ചോടി. ആ സൈന്യത്തെ മുഴുവനും ബ്രേക്ക് ചെയ്ത് ഒന്നുകിൽ ഞാൻ അവിടെ മരിച്ചു വീഴും, അതല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നിട്ട് ജയിലിൽ പോകും. കാരണം നിന്നെ പോലെ ഒരു വിപത്ത് ഇനിയും ഇവിടെ ഉണ്ടാകാൻ പാടില്ല. ഒരുപാട് പേരുടെ ജീവിതം തകർത്ത് ഒരുപാട് ചോര നീ കുടിച്ചതല്ലടി, അല്ലേ? പലരുടെയും ചോര അല്ലടി നിന്റെ മക്കൾക്ക് നീ കൊണ്ട് കൊടുക്കുന്നത്. ആരെയുണ്ടല്ലോ കാണാം. അല്ല ജോ TK, ഇത് തെറിയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായത്? ഞാൻ എന്തെങ്കിലും ഒരു തെറി വർത്തമാനം പറഞ്ഞു? ഞാനത് പഠിച്ചിട്ടില്ല. തെറി ഞാൻ പഠിച്ചിട്ടില്ല. തെറി പഠിച്ചവരുടെ ലൈവിൽ ചെന്നിട്ട് കേൾക്ക്, എന്നാ നിങ്ങൾക്ക് കൃത്യമായിട്ട് തെറി കിട്ടും. നീയെ കുഞ്ഞുങ്ങളെ ഒന്ന് കാണിച്ചു കൊടുക്കമാടിത്തള്ള. നീയൊക്കെ എന്ത് സ്ത്രീയാടി നീ? ലോകത്തുള്ള സകലമാന സ്ത്രീകൾക്കും അപരാധമല്ലടി നീ. തലവേദനയല്ലടി നീ പിഴച്ചവളെ. നിന്നേക്കാൾ പിഴച്ച ഒരുത്തി ഈ ഭൂലോകത്തുണ്ടോടി? ഉണ്ടോ? നിനക്കുണ്ടല്ലോടി 2 എണ്ണം ഇല്ലേ? 4 അവന്മാർക്കുണ്ടായ 2 എണ്ണം നിന്റെ കൂടെ വളരുന്നില്ലേ? നീ കേട്ടോ, നീ എന്നിട്ട് കണ്ട തേവിടിച്ചുകളുമായി ചേർന്ന് 100 അവന്മാരെ പിടിച്ചിട്ട് പോലും കാമഭ്രാന്ത് തീരാതെ എനിക്ക് സെക്സ് വേണമെന്ന് ലൈവിൽ കരഞ്ഞു വിളിക്കുന്ന ഒരു തീയുമായിട്ട് നീ കാണിച്ചു കൂട്ടുന്നതിലുണ്ടല്ലോ. സത്യത്തിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കൊല്ലാൻ ഇറങ്ങി പുറപ്പെട്ടത് നമ്മുടെ കാമിയാണോ അതോ ഷെഫീനാണോ? കാമിയുടെ ഡയലോഗ് കേട്ടാൽ പച്ചത്തെറിയ, പച്ചക്ക് കൊല്ലും പിടിക്കും ചവിട്ടും കുത്തും നാറ്റും ഇതൊക്കെ തന്നെ പറഞ്ഞത്. ഇതുപോലത്തെ ഷെഫീനയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഇങ്ങനെ പറയുന്ന വീഡിയോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു മനസ്സിലായി, ഈ മറുനാടനൊക്കെ എൻ്റെ പൊന്നു കാമി ഇച്ചി മറുനാടനൊന്നും പൈസ കൊടുത്തിട്ട് കാര്യമില്ല. അവനൊക്കെ തനി ഊളയാണ്. എത്ര കൊടുത്തോ? ഒരു 10-20,000 കൊടുത്തോ ഈ ഒരു വാർത്ത? അല്ലെങ്കിൽ ഒരു 50,000 അല്ലെങ്കിൽ 1,00,000 കൊടുത്തോ ഈ ഒരു വാർത്ത പടച്ച് വിടാൻ വേണ്ടിയിട്ട്? എന്താണെങ്കിലും കൊള്ളാം. ഇങ്ങനെ പൈസ കൊടുത്ത് എത്ര വെച്ചിട്ടാ മറച്ചു വെക്കുക കാമി? നീ ചെയ്ത കൊള്ളരുതായ്മ സ്ഥലത്തൊക്കെ പോയി നീ പൈസ കൊടുത്ത് എത്ര നേരം നീ മറച്ചു വെക്കും? ഓൾറെഡി മൊത്തം നാറി പുറത്ത് ചാടി കിടക്കുകയല്ല. ഇപ്പോഴും കുറച്ച് സംഖ്യയൊക്കെ കൂടെ മനസ്സിലായിട്ടുണ്ട് അതിനെപ്പറ്റി. ഈ ബാക്കി സംഖ്യ കൂടെ മനസ്സിലാവുന്നതോടുകൂടി യൂട്യൂബും കൂട്ടിക്കെട്ടി സകലമാന വരുമാനം നിന്ന് എങ്ങനെ മക്കളെയും എൻ്റെ ഹസ്ബൻഡാന്ന് പറഞ്ഞ് കൂടെ നടക്കണവല്ലേ, അവനിക്ക് പോറ്റും. അവനാണൊരു ഗുണ്ട, ഒരു തീറ്റപ്പണ്ടാരാൻ തോന്നുന്നു കണ്ടു കഴിഞ്ഞാൽ. ഇതിനൊക്കെ പോറ്റണ്ടേ? ഈ യൂട്യൂബും ഈ സംഖ്യ വരുമാനം നിന്ന് കഴിഞ്ഞാൽ ഇച്ച് പെട്ടൂലേ? ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്യട്ടോ. ഇല്ല മുട്ടൻ 8ൻ്റെ 16ൻ്റെ പണി അണ്ണൊക്കെ കിട്ടും എനിക്കൊക്കെ.